പ്രിയമുള്ളവരെ, പ്രിയ വിദ്യാർത്ഥികളെ, പ്രിയ രക്ഷിതാക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, ഇന്ന് നാം രാഷ്ട്രഭാഷാ ദിനം ആചരിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്കറിയാം, ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്. നമ്മുടെ രാഷ്ട്രഭാഷയെപ്പറ്റി പറയുമ്പോൾ അതോടൊപ്പം തന്നെ നാം ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയായി മാറിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാഷ്ട്രഭാഷ എന്ന അർത്ഥത്തിൽ നാം ഹിന്ദി ഉപയോഗിച്ചു തുടങ്ങിയത് നമ്മുടെ ഭരണഘടനയിലെ 343-ാം അനുച്ഛേദത്തിൽ ഹിന്ദി അംഗീകരിക്കപ്പെട്ടതോടുകൂടിയാണ്. ഇന്ത്യ മഹത്തായ പൈതൃകങ്ങളുടെ നാടാണ്. വിവിധ മതങ്ങൾ, ജാതികൾ, ഭാഷകൾ, വേഷങ്ങൾ, അതിനിടയിലും പുലരുന്ന ഏകത്വം, അതാണ് നമ്മുടെ ഇന്ത്യ. ആ ഏകത്വത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്ന അനവധി ഘടകങ്ങളുണ്ട്. നാം അഭിമാനത്തോടെ സൂക്ഷിക്കുന്ന അനവധി ഘടകങ്ങൾ. നമ്മുടെ ദേശീയ പതാകയും ദേശീയ ചിഹ്നവും ദേശീയ ഗാനവും ഔദ്യോഗിക ഭാഷയും ഈ നമ്മുടെ ഏകത്വത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. ഹിന്ദിയെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹിന്ദി ഭാഷയെപ്പറ്റി പറയുമ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണ് ഹിന്ദി. രാഷ്ട്രഭാഷയ്ക്ക് വേണ്ടി നാം വാദിക്കുമ്പോൾ തന്നെ നമ്മുടെ മാതൃഭാഷയുടെ പ്രാധാന്യവും നാം തള്ളിക്കളയുന്നില്ല. മാതൃഭാഷ നാം അറിയണം, പഠിക്കണം. പക്ഷേ ഒരു ദേശമെന്ന വികാരം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വമായി നാം ഏകത്വം പുലരേണ്ടത് അത്യാവശ്യമായി വരുമ്പോൾ തീർച്ചയായും അതിനെ നമ്മുടെ നാനാത്വത്തെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണിയാവാൻ കഴിയുന്നത് രാഷ്ട്രഭാഷയ്ക്കാണ്. ഭാഷ നമ്മുടെ സംസ്കാരമാണ്. നമുക്കറിയാം, ലോകത്ത് ഹിന്ദി സംസാരിക്കുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ ലോകത്ത് 4-ാം സ്ഥാനമുള്ള ഭാഷയാണ് ഹിന്ദി. അപ്പോൾ ഹിന്ദി എന്ന രാഷ്ട്രഭാഷയുടെ പഠനം തീർച്ചയായും നമ്മുടെ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ദേശീയ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഹിന്ദി ഭാഷാ പ്രചരണത്തിന് തുനിയേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രാദേശികമായി പല സംസ്ഥാനങ്ങളും ഹിന്ദി എന്ന വികാരത്തെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത ചില അവസ്ഥകളുണ്ട്. പക്ഷേ ഇവിടെ പറയാനുള്ളത്, നമ്മുടെ മാതൃഭാഷയെ നാം സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു രാഷ്ട്രഭാഷയായി, ഔദ്യോഗിക ഭാഷയായി, ഇന്ത്യയുടെ ഭാഷയായി ഹിന്ദി അംഗീകരിക്കണം. ഹിന്ദിയുടെ പഠനത്തിലൂടെ നമുക്ക് ദേശീയ ഐക്യത്തിന് കൂടുതൽ ശക്തി പകരാൻ നമുക്ക് കഴിയണം. പ്രിയ വിദ്യാർത്ഥികളെ, ഈ അവസരത്തിൽ ഏവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൺലൈൻ പഠനകാലത്ത് ഹിന്ദി പഠനത്തിനായി നിങ്ങൾ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ഭാഷാ പ്രയോഗങ്ങൾ കേൾക്കുക, ഭാഷയുടെ ഉപയോഗങ്ങൾ കൂടുതൽ കേൾക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭാഷാ പഠനം കാര്യക്ഷമമാക്കി നടത്തുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനത്തിന് നമ്മുടെ മഹത്തായ വ്യക്തികൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകനെയും നമ്മുടെ ആശംസകൾക്കായി എത്തിച്ചേർന്ന പ്രിയ സുഹൃത്തിനെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാ സഹപ്രവർത്തകർക്കും, പ്രിയ രക്ഷിതാക്കൾക്കും CSE UP സ്കൂളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. नादापुरम CSE UP स्कूल के आदरणीय गुरुजनों और मेरे प्यारे बच्चों, माननीय अभिभावक, आप लोगों को बिना देखे दिल से बातें करने में मुझे बड़ा ही आनंद महसूस हो रहा है। आज का दिन हमारे लिए खुशी का दिन है। हम हिंदी प्रेमियों के लिए आज का दिन बड़ा ही महत्व रखता है। सबसे पहले इस हिंदी दिवस पर आप लोगों से बातें करने का जो मौका मुझे दिया है,
उन शिक्षकों के प्रति मैं अपना आभार प्रकट करता हूँ। सबसे पहले आपके हेडमास्टर श्री रविंद्रन माश और आपके हिंदी अध्यापक बिमल सर, मोहनदास सर और उमर माश, सबको मैं अपना आभार प्रकट करता हूँ। ഹിന്ദി ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. സെപ്റ്റംബർ 14-ാം തീയതി ഹിന്ദി ദിവസമായിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത്. 1949 ഭരണഘടനയിൽ എഴുതപ്പെട്ട ഒരു വാക്യമുണ്ട്. ഭാരതത്തിൻ്റെ രാജഭാഷയായിട്ട് ഹിന്ദിയും ദേവനാഗരി ലിപിയും അക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്ന അക്കങ്ങളുമാകും എന്നെഴുതി വച്ചിട്ടുണ്ട്. हमारे राष्ट्रपिता महात्मा गांधी हिंदी को राष्ट्रभाषा बनाना चाहते थे, क्योंकि वह कहते थे कि जनमानस की भाषा है हिंदी. पूरे भारत में साधारण लोग हिंदी में ही अपना आशय व्यक्त करते थे. तो गांधी जी का सपना था कि हिंदी हमारी राष्ट्रभाषा बने. आज हमारे बीच गांधी जी नहीं हैं, उनका सपना भी पूरा नहीं हुआ है. സാക്ഷാത്കരിക്കാൻ കഴിയാത്ത ആ ഒരു സ്വപ്നം ഇന്നും അവശേഷിക്കുകയാണ്. ഹിന്ദി രാഷ്ട്രഭാഷ ആക്കണം എന്നുള്ള ഒരു ചർച്ച നടക്കുന്ന വേളയിൽ അഹിന്ദി പ്രദേശത്തുള്ള ആളുകളുടെ രാഷ്ട്രീയവും ഭാഷാപരമായിട്ടുള്ള തർക്ക വിവാദത്തിനൊടുവിൽ നാളിതുവരെ ഹിന്ദി രാഷ്ട്രഭാഷയായി പദവി നൽകിയിട്ടില്ല. ഇന്നും രാജഭാഷയാണ് हिंदी. तो हमें हमारी हिंदी तो प्यारी है. हिंदी के प्रति प्यार हमारे दिल में है. हम चाहते हैं कि पूरे विश्व में हिंदी एक अंतर्राष्ट्रीय भाषा बने और सबके दिल में वो बसे. केवल हिंदी दिवस के दिन हिंदी की महत्व पर चर्चा करना या उसके बाद उसे छोड़ देना उतना शोभा नहीं देता. तो हमें आज के दिन ये प्रतिज्ञा लेना चाहिए कि हम अपने दिल और दिमाग से हिंदी को आगे बढ़ाने का प्रयास करते रहेंगे. बच्चों, हिंदी एक ऐसी भाषा है जो दिल की बात कहती है. सुनने में सरल और सरस है वो भाषा. तो आप हिंदी के प्रति अपना लगाव बनाते रहे और हिंदी से पूरे देश में एकता कायम रखने का प्रयास आपके तरफ से भी होना चाहिए. और खुश इस बात पर है कि आप लोगों ने एक हिंदी क्लब का आयोजित किया है और उसका नाम है महात्मा. तो मुझे ये भी अवसर दिया गया है कि उस महात्मा हिंदी क्लब का उद्घाटन भी करें. मैं सविनय के साथ मुझ पर सौंपा गया वह काम अपने हृदयपूर्वक मैं आपसे घोषित करता हूँ कि आपके महात्मा क्लब का उद्घाटन मैं इस समय आपकी अनुवाद के साथ यहाँ कर रहा हूँ. आने वाला पल, हर दिन, हर क्षण आप हिंदी के साथ रहे, हिंदी को मजबूत बनाएं और आपके अध्यापक वे जो हिंदी के लिए जो काम कर रहे हैं वो श्लाघनीय है. आप भी उनका साथ दें. हम एक साथ बढ़ेंगे तो हिंदी और आगे जाएगी, साथ हमारा देश भी आगे जाएगा. नमस्कार.
नादापुरम CCUP स्कूल के आदरणीय प्रधानाध्यापक, हिंदी दिवस समारोह का उद्घाटक मेरा मित्र राजेंद्रन जी, अन्य अध्यापक बंधुओं, अभिभावकों, प्यारे छात्रों, नमस्कार। आपके हिंदी अध्यापक बिमल जी ने हिंदी दिवस समारोह पर एक आशीर्वाद भाषण देने को मुझसे कहा। मैंने बहुत हर्ष से ही स्वीकार किया। बच्चों, आप जानते हैं कि आज कौन सा दिन है? सितंबर 14। सितंबर 14 की विशेषता मालूम है? सितंबर 14 अर्थात राष्ट्रीय हिंदी दिवस। 1949 सितंबर 14 को संविधान सभा ने हिंदी को राजभाषा का पद घोषित कर दिया गया। आज भी अधिकांश लोग समझ रहे हैं कि हिंदी हमारी राष्ट्रभाषा है। वास्तव में हिंदी को अभी तक राष्ट्रभाषा का पद नहीं मिल गया है। हिंदी हमारी राजभाषा है, ऑफिशियल लैंग्वेज, औद्योगिक भाषा। राजभाषा का पद मिलने के बाद हजारी प्रसाद द्विवेदी जी और मैथिली शरण गुप्त जी तथा सेठ गोविंददास जी ने हिंदी को राष्ट्रभाषा का पद मिलाने के लिए बहुत अधिक प्रयत्न किए थे, लेकिन अभी तक राष्ट्रभाषा का पद नहीं मिल गया है। हम हिंदी प्रेमी इसी बात पर निराश भी हैं। तो आप समझिए कि हिंदी हमारी संपर्क भाषा है, राजभाषा है, संपर्क भाषा है, आशय विनिमय की भाषा है हिंदी। आज भारत के अधिकांश लोग हिंदी बोलते हैं और समझ सकते हैं। केवल भारत में ही नहीं, दुनिया की कई विश्वविद्यालयों में भी आज हिंदी पढ़ाए जा रहे ही हैं। हिंदी हमारी जान है, हमारी आत्मा है और भारत माता की बिंदी है। भारत के विभिन्न प्रदेशों में रहने वाले लोगों को आपस में मिलाने की डोरी है हिंदी। लिए हमें अवश्य हिंदी पढ़नी चाहिए। बच्चों, एक अवसर मिल जाए तो मैं अवश्य ही आपके स्कूल में आऊँ और आपसे अधिक बातें करूँ। अच्छा प्यारे बच्चों, मैं अधिक बातें करना नहीं चाहता हूँ और आप सबको हिंदी दिवस की शुभकामनाएं। जय हिंद, जय हिंदी।